ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ സോസാണ്. അത് പിന്നെ ഗ്രീക്കിലേക്ക് പോയപ്പോഴേക്ക് അവരതിനെ ഗൈറോസ് എന്ന് പറയും. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഷവർമ ഷവർമ ഷവർമ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമയാണ്. എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. പിന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെൽ ഐക്കണും അമർത്തണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ഇടാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രീക്ക് യോഗർട്ടാണ്. അത് നമുക്ക് സാധാരണ യോഗർട്ട് ആയാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഹോട്ട് റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2 ടീസ്പൂൺ ഷാജീര, നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഷാജീര പൗഡറാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട്. ലൈം ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ഹാഫ് ലൈം ജ്യൂസ് ഇട്ട് കൊടുക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടർക്കിയിൽ നിന്നാണ് ഇത് ഒറിജിനലായിട്ടുണ്ടായത്. കബാബ് ഡോണർ, റൊട്ടേറ്റ് ചെയ്ത് കബാബ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഗ്രീക്കിലേക്ക് പോയപ്പോഴേക്കും അവരതിനെ ഗൈറോസ് എന്ന് പറയും. അറേബ്യൻ കൺട്രിയിലേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അവർ ഷവർമ എന്ന് വെച്ചാലും അറബിയിൽ അത് റൊട്ടേറ്റ് ചെയ്യുക, ടേണിങ് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ആൾക്കാർ പോയി ജോലി ചെയ്യുകയും അവിടുന്ന് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഷവർമ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആകുന്നത്. മസാലയെല്ലാം പുരട്ടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഒലിവ് ഓയിലും 1 സ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒഴിച്ച് വിനീഗർ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ വെക്കാം. കുബൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 1 കിലോ പൊടിക്കായിട്ടുള്ള കുബൂസാണ് ചെയ്യുന്നത്. നമുക്ക് സ്വല്പം പൊടിയെടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സോൾട്ട്, ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 10 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 മുട്ട ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കപ്പ് വാമ്പാട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുബൂസിനായിട്ടുള്ള ഡോ നമ്മൾ ഒരു പാക്കറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നീഡ് ചെയ്യണം. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ഡോ ഇട്ട് പിടിക്കാം. നന്നായിട്ടൊന്ന് നീഡ് ചെയ്യാം. ഒരു 4-5 മിനിറ്റിൽ നമ്മൾ ചെയ്യണം. അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തൂത്ത് കൊടുക്കണം. ഒരു സ്വല്പം എണ്ണ ഇതിന് മുകളിൽ പിടിക്കുന്ന തൂത്ത് കൊടുക്കണം. നമുക്ക് ഫോയിലിട്ട് കവർ ചെയ്ത് ഫെർമെൻറ്റേഷനായിട്ട് വെക്കാം. വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. അതല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ളതുപോലെ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വെക്കാം. മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുബൂസിനായിട്ടുള്ള ഡോയും നമ്മളുണ്ടാക്കി. ആ സമയത്ത് നമുക്കിതിന് വേണ്ട സലാഡ് ഉണ്ടാക്കാം. ഇവിടെ സലാഡിനായിട്ട് നമ്മളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനിത് 1 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 ആയിട്ടുള്ള ക്യാപ്സിക്കമാണിത്. കുറച്ച് കുക്കുംബർ, പിന്നെ ഇത് സ്വല്പം സെലറിയാണ് കേട്ടോ. ഇത് ടൊമാറ്റോ, പിന്നെ ഇത് സ്വല്പം കാബേജ്. ഇത് ലെറ്റസ് വേണമെങ്കിൽ ലെറ്റസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാബേജ് വേണമെങ്കിൽ കാബേജ് ഉപയോഗിക്കാം. ഏതാണോ നമുക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. പിന്നെ ഇത് കുറച്ച് റെഡ് ഒനിയൻസാണ്, തൈമാണ്. തൈം വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ സോസാണ്. അത് വൈറ്റ് സോസാണ്. നമ്മളത് ഉണ്ടാക്കുന്നത് യോഗേർട്ട് ബേസ് ആയിട്ടുള്ള മയണൈസ് കൂട്ടി വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ യോഗേർട്ട് ആയിട്ടുള്ളൊരു ഹെൽത്തി വെർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 4
ഗാർലിക് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം ആദ്യം. അതിലേക്ക് യോഗട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. അതാണ് വളരെ സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള യോഗട്ടാണ്. സോസ് ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സാധനം. 1 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 പിഞ്ച് അനി സീഡ്സ് ആണിത്, 1 സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്കൊരു സ്വല്പം തൈം ഇട്ട് കൊടുക്കാം കേട്ടോ. ഗാർലിക് സോൾട്ട് ഇട്ട് കൊടുക്കാം, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഗാർലിക് സോൾട്ട് സ്വല്പം ഇട്ട് കൊടുക്കാവുള്ളൂ. സ്വല്പം സെലറി സോൾട്ട് ഇട്ട് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. തൈം ലീഫ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഫ്രൈ ചെയ്ത് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ വെച്ച് കൊടുക്കാം. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. മച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സലാഡ് റെഡിയായി, നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്, ഷവർമ സോസും റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ കുബൂസ് ആണ്. നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. ഉണ്ട്. നമ്മൾ 1 കിലോയ്ക്കാണ് ഉണ്ടാക്കിയത്. നമുക്ക് 1 കിലോയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എത്ര എണ്ണം കിട്ടും? ഏകദേശം നമുക്കിപ്പോൾ നിലവിൽ 11 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് ശരിക്കും പറയുവാണെങ്കിൽ നമുക്കൊരു 10 എണ്ണമായിട്ട് വേണം നിർത്താം. ഇനി നമുക്കിത് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കുക ഇതിന് പുറത്തൂടെ. നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് ഫെർമെൻറ്റേഷൻ ആയിട്ടൊന്ന് വെറ്റ് ക്ലോത്ത് ഇട്ട് മൂടി വെക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയായെന്ന്. പാടിട്ട് കൊടുക്കാം. ഷവർമ റാപ്പ് ഉണ്ടാക്കാം. എല്ലാവരും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പിറ്റ. അടിപൊളി പിറ്റ ബ്രെഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വെക്കുന്നു. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. സോസ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ടൊമാറ്റോ സോസോ ബാർബിക്യൂ സോസോ ഏതോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഷവർമ സോസ് ഉപയോഗിച്ചാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സലാഡ് എടുത്തിടാം. നമുക്ക് സലാഡ് വെച്ചു. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷവർമ ചിക്കൻ എടുത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് റാപ്പ് ചെയ്യാം.